പോരെ സൈമ, കുറച്ചുകൂടെ വേണം. ഇത് കുരുടി. ശരിക്കുള്ള പേര് നെൽസൺ മണ്ടേല. നെൽസൺ മണ്ടേല PP. സ്കൂളിൽ ചേർക്കാൻ ചെന്നപ്പോൾ കുരുടി എന്ന പേര് പറ്റില്ല എന്ന് ഹെഡ് മാസ്റ്റർ പറഞ്ഞു. ഒരു ജൂലൈ 18 പീപ്പിൾസ് പാർട്ടി പേപ്പറിലാണ് ഇവനെ പൊതിഞ്ഞു കിട്ടിയതെന്ന് കൊണ്ടുപോയ മദറിന് ഓർമ്മ വന്നു. ഉടനെ മണ്ടേലയുടെ ജനനതീതിയായ 18 പീപ്പിൾസ് പാർട്ടിയുടെ PP ചേർത്ത് മദർ ഒരു കാച്ചങ്ങ് കാച്ചി. നെൽസൺ മണ്ടേല PP. ഇത് ഇക്രു, ഞങ്ങളുടെ സന്തത സഹചാരി. കുരുടിയുടെ ഏക സമ്പാദ്യം. ഇക്രു ആണ് എൻ്റെ ജീവിതം ശരിക്കും മാറ്റിമറിക്കുന്നത്. ഇപ്പോഴല്ല, പിന്നെ. ഞങ്ങൾ ഈ കഷ്ടപ്പെട്ട മുഴുവനും വീട്ടിലേക്കുള്ള അരി വാങ്ങാനല്ല. ഇത് ജോർജിനുള്ള സമ്മാനമാണ്. ഇതാണ് SI ജോർജ്. ഇങ്ങോട്ട് നീങ്ങി നിൽക്കടാ. വെള്ളം അടിച്ചിട്ടാണോ മോനെ വണ്ടി ഓടിക്കുന്നത്? എന്താടാ പേര്? നെൽസൺ മണ്ടേല. അയ്യോ, അടി ഒഴുകി മാറുമല്ലേടാ. അഞ്ചാമത്തെ അടിയിൽ ജോർജിന്റെ ബോധം പോയി. പക്ഷേ ഞങ്ങൾക്ക് കിട്ടിയ 1.5 ഡസനോളം അടി തിരിച്ചു കൊടുക്കാതെ വരുന്നത് മോശമല്ലേ? വാടാ. ലാലോ, എന്താ പറ? നീ ഇന്ന് നൈറ്റ് ക്ലാസ്സിൽ വരില്ലേ? ഞാൻ പോയൊന്ന് കുളിക്കട്ടെ. അപ്പോഴേക്കും നീ വീട്ടിലേക്ക് വാ. ഓക്കെ സേമ. മുന്നോട്ട് നോക്കി വണ്ടി ഓടിക്കാം. പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാട്. വാ, അകത്തോട്ട് കയറി. അമ്മേ, അമ്മേ. എന്നെന്താ കഴിക്കാൻ? ഇത് കാണുമ്പോ തോന്നിയേക്കാം ഇത് ഇവന്റെ വീടും അത് അവന്റെ അമ്മയാണെന്ന്. എന്നാലല്ല, ഇതെന്റെ വീടും അത് എൻ്റെ അമ്മയാണ്. ഈ ഒരു ഒറ്റ കാര്യത്തില് എനിക്ക് അവനോട് അസൂയുള്ളൂ. അവൻ സ്നേഹം കാണിക്കുന്നത് പോലെ എനിക്ക് കാണിക്കാൻ അറിയില്ല. ഞാൻ ഒഴിക്കാമേ. അമ്മ തേച്ച് പിടിപ്പിക്കുന്ന എണ്ണയുടെ സുഖം വേറെ കിട്ടില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഇപ്പോഴങ്ങനെ ചെയ്ത SI ജോർജിന്റെ തലയിൽ സമ്മാനം തന്ന 2 മുഴകൾ അമ്മ കണ്ടുപിടിക്കും. ഇന്നത്തെ ദിവസം ഓർമ്മയുണ്ടോ ഹരി? ഗാന്ധി ജയന്തി ആണോ? അല്ല അല്ലേ? അച്ഛൻ്റെ ആണ്ട. കിഴക്കുതിക്കും മാണിക്ക ചെമ്പഴുത്ത എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഞാൻ കരഞ്ഞു, പൊട്ടി പൊട്ടി കരഞ്ഞു. എൻ്റെ അച്ഛൻ മരിച്ചതുകൊണ്ടായിരുന്നില്ല, എനിക്ക് ചിത്രത്തിന്റെ ക്ലൈമാക്സ് കാണാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത്. ലാലോ. ആ അമ്മരെ, മെല്ലെ കഴിക്കട ഹരി. ദാ അവനെ കണ്ടുപിടിക്കേ. ആ ഉമ്മറേ, അത്താഴം കഴിച്ചോ? കഴിച്ചിട്ടാ അമ്മ വന്നത്. പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? ഉഷാറായിട്ട് പോകുന്നു. ലാലു ക്ലാസ്സിലൊക്കെ വരാറുണ്ടോ? പിന്നെ ലാലു അല്ലേ ക്ലാസ്സിൽ ഫസ്റ്റ്. രാവിലെ വെറുതെ നടന്നാലും രാത്രിയിൽ ക്ലാസ്സിൽ പോകുന്നതാ ഒരാശ്വാസം. ഇത് കഴിഞ്ഞാൽ വേറെന്താ പരിപാടി? ഒരു ജോലി ഏകദേശം ഗൾഫിൽ ശരിയായിട്ടുണ്ട്. അടുത്ത മാസം മിക്കവാറും ഞാൻ അങ്ങോട്ട് പോകും. അമ്മേ, ഞാൻ ക്ലാസ്സിൽ പോയിട്ട് വരാം. കുരുടി, ക്ലാസ് കഴിഞ്ഞ് നമ്മുടെ ഗല്ലി കാണാം. ശരി സൈമ.
കൃഷ്ണൻ്റെ കൊട്ടയെ നിറച്ച് കൊടുക്ക്, അവന് തലയൊക്കെ വെച്ച് കൊടുക്ക്. നീ എന്താ വേണ്ടത് അതും പൂടി അങ്ങോട്ട് ഫുള്ളായിട്ട് നിറച്ച് കൊടുക്ക്. ഇപ്പം എന്താണ് വേല ഇതാ കാണിക്കുന്നത്? എടുത്തിട്ടൂടെ അങ്ങോട്ട് എടുത്തിട്ടൂട്. മേലുള്ള ഏടോ അത് അപ്പുറത്ത് എടുത്തിട്ടൂടുന്ന അങ്ങോട്ട്. എവിടെയാണ് നോക്കി നിൽക്കുന്നത്? ലാലു എട്ടരേണ്ട റൗണ്ട് ശ്രദ്ധിക്കണം. ശരി സൈമ. അല്ല രാമേട്ടാ. പോട്ടെ പോട്ടെ അങ്ങോട്ട്. ഇത് പോട്ടെ ഇത് പോട്ടെ ഇത് പോട്ടെ 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 പോട്ടെ. എടുത്തോ എടുത്തോ എടുത്തോ. കുട്ടാ കഴിഞ്ഞോ നിന്റെ ക്ലാസ്? അപ്പോഴേക്കത് തീർത്ത്. അതെ. ഒരു പണിയെടുക്കാതെ വെള്ളം അടിച്ചു നടക്കാൻ നല്ല സുഖമാണല്ലേ? നീ കഷ്ടപ്പെട്ട് പണിയെടുക്കുമ്പോ ഞാൻ എന്തിനാളിയാ ജോലിക്ക് പോകുന്നത്? പിന്നെ ഞാൻ ഗൾഫിൽ പോയാൽ നിനക്ക് സിമ്പതിയുടെ പേരിൽ കുറച്ച് ഡോളേഴ്സ്, ഐ മീൻ സിംഗപ്പൂർ ഡോളേഴ്സ് അയച്ചു തരില്ലേ ഞാൻ? പ്ലീസ് ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. ശരി ശരി, നീ എനിക്കൊരു ചെറുത് ഒഴിച്ചേ. അതും വേണോ നിനക്ക്? എന്താ പറയാ? ഇന്ന് പോലീസൊക്കെ ഇല്ലാത്തോണ്ട് ഒരു ലോൺ കൂടി പോയി വരാൻ മുതലാളി പറഞ്ഞു. ഇന്നിനി ലാലു എങ്ങോട്ടും വരുന്നില്ല. കിട്ടണ പൈസ കളയണ്ട ലാലു, നീ പെട്ടെന്ന് വന്നേ. പോടാ. ഞാൻ പോയിട്ട് പെട്ടെന്ന് വരടാ സൈമ. നീ പോവാണോ അളിയാ? ഞാൻ ഇപ്പൊ തന്നെ വരില്ലടാ ചക്കരക്കുട്ട. പോണ്ട. എന്നാ ഇത് വരി. അത് കൊള്ളാം. എന്താണ് വേല ഇതാ? ഇങ്ങനെ തിരക്കുള്ള സമയത്ത് ഇങ്ങനെ വീടിയും വലിച്ച് നടന്നാൽ എങ്ങനെയാണ്? വേട്ടൂടെ അങ്ങോട്ട് എല്ലെങ്കിൽ തന്നെ 3-4 ലോഡ് പോയിട്ടുള്ളൂ. ഇനി എത്ര ലോഡ് പോവാനുള്ളതാണ്? ഇത് ചങ്ങായി വേഗം എടുത്തുവിട്ടുവിടുന്നു അങ്ങോട്ട്. ഇത് ലോഡാക്കി കഴിഞ്ഞിട്ട് വേണം വേറെ എല്ലാം ലോഡാക്കാനുള്ളത്. വേഗം ഇങ്ങോട്ട് ഓടി വന്നു കൊടുത്തില്ലേ? 500 വന്നാൽ തപ്പി തടഞ്ഞ് വീഴാതെ അവിടെ പോലെ ഇരുന്നാ പോരായിരുന്നോ? അളിയാ ലാലു എന്തു പറ്റിയടാ? എടാ കുറെ തെണ്ടികൾ തന്നെ ചവിട്ടിക്കൂട്ട്. ഏത് പുല്ലനാടാ നിന്നെ തട്ടിയ? എടാ ആ ബോട്ടിൽ തീർന്നപ്പോൾ എനിക്ക് ഒന്നും ആയില്ല. കള്ള് ഷാപ്പിൽ ചെന്നപ്പോൾ അതും പൂട്ടി. മര്യാദയ്ക്ക് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചപ്പോൾ ആ വിനയനും പിള്ളേരും ഷഡിലിരുന്ന് വെള്ളം അടിക്കുന്നു. കുറച്ച് കള്ള് എനിക്കും കൂടെ തരുമെന്ന് ചോദിച്ചേനാ അവന്മാരെന്നെ ഈ കോലാക്കിയത്. നീ കുറച്ച് കള്ള് ചോദിച്ചപ്പോ അവന്മാർ നിനക്കറി തല്ലിയോ? നിനക്കെന്താടാ? ഞാൻ പറഞ്ഞ വിശ്വാസമല്ലേ? അതെ എടാ അത് ഞാൻ കള്ളു ചോദിച്ചപ്പോൾ അവർക്ക് തരാൻ വയ്യ. പിന്നെ ഞാൻ ആ കുപ്പിയെടുത്തങ്ങ് ഓടി. അവന്മാരെന്നെ പിടിച്ചങ്ങ് ചാമ്പി. അത് നന്നായി. ഇക്കാര്യം ഞാൻ നമ്മളെ പിള്ളേരോട് പറഞ്ഞിട്ടുണ്ട്. അവന്മാരിപ്പോൾ നമ്മളെ ഗല്ലിയിലെത്തും. നീ ഇത് എത്ര പേരോട് പറഞ്ഞു? അബു, നീരാളി, വികടൻ, അബു, ഒരു 15 പേരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവന്മാരിപ്പോൾ അവിടെ 15 പേരില്ലേ? പിന്നെ ഞാൻ എന്തിനാ വരുന്നത്? അത് പറ്റില്ല. നീ എന്തായാലും കൂടെ വരണം. ഏടാ അത് ശരിയാവില്ല, എനിക്കിവിടെ പണിയുണ്ട്. എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ നീ എന്നെ ഒഴിവാക്കാല്ലേ? അതല്ല സൈമ, ഈ ലോഡ് 15 മിനിറ്റ് കൊണ്ട് നിറയും. 15 മിനിറ്റ് കൊണ്ട് നമുക്ക് പണിയും കഴിഞ്ഞിട്ട് വരാം സൈമ. നീ ഞാൻ കയറ്, വണ്ടി സ്റ്റാർട്ടാക്ക്. പോട്ടെ പോട്ടെ. വേട്ടാ ഞാനിപ്പോ വരാം. ടാറ്റ ടാറ്റ. ലാലു എവിടെയാടാ പിള്ളേര്? ഇപ്പൊ വരും. എത്ര നേരെ കാത്തു നിൽക്കുന്ന? ഞാൻ പോവാ. കുറച്ച് നേരം കൂടെ കാത്തു നോക്കാലോ. 2 മിനിറ്റ്.
അടിക്കാനുള്ളവരും വന്നില്ല, അടി കൊള്ളാനുള്ളവരും വന്നില്ല. കണ്ണ് തുറന്ന് കണ്ട ഇപ്പൊ മനസ്സിലായോ കുരുടി വിളിച്ചാലും പിള്ളേര് വരുമെന്ന്. കുരുടി ആരാ മോൻ? മക്കളെ അപ്പത്തിരുന്നാണോ വരുന്നത്? അയ്യോ ലാലു ഓടിക്കോ, ഇത് മറ്റവന്മാരാടാ. കുരുടിക്ക് കള്ള് വന്നിട്ടില്ലേ ഇങ്ങനെ ഇരിക്കും. വാടാ കേട്ടോ, വണ്ടി കയറി. അയ്യോ കിടന്ന് ഉറങ്ങണം, നേരം വെളുക്കണം, എന്തൊക്കെ പണിയാണ്. എഴുന്നേക്കടാ. ഉറങ്ങുന്ന കണ്ടില്ലേ? നിനക്ക് മുള്ളാൻ പോയാ നല്ലത്. മുള്ളൂല. പാട്ടി കിടന്നുറങ്ങടാ.